യോഗത്തിന്റെ പടികൾ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു വ്യക്തി ഈ ലോകത്ത് ഭൗതിക ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വ്യക്തി ചെയ്യുന്ന പ്രവർത്തികളെ കർമ്മം എന്ന് പറയുന്നു. എല്ലാവരും ആനന്ദത്തിനു വേണ്ടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആനന്ദത്തിന്റെ വിഷയം മാറിക്കൊണ്ടിരിക്കും. ഒരു വ്യക്തിയുടെ ആനന്ദത്തിന് വേണ്ടിയുള്ള പ്രവൃത്തി മറ്റുള്ളവർക്ക് ദോഷമാണെങ്കിൽ അത് വികർമ്മമാണ്. അതിൽ നിന്നും പാപകർമ്മങ്ങൾ ലഭിക്കും. അങ്ങനെയുള്ള വ്യക്തി യോഗത്തിന്റെ ആദ്യത്തെ പടി പോലും ചവിട്ടിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി യോഗം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഭഗവാനുമായി സമ്പർക്കത്തിലാകാം എന്നതാണ്. പക്ഷേ ഇന്നത്തെ സമൂഹം യോഗത്തിന്റെ പേരിൽ ഭഗവാനെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഉദാഹരണത്തിന്, ഫോൺ നമുക്ക് മറ്റുള്ളവരുമായി സമ്പർക്കം പുലർത്താനാണ്. ഒരു വ്യക്തിയെ കണ്ടാൽ നമുക്ക് അവരുമായി സമ്പർക്കം വേണമെങ്കിൽ നമ്മൾ അവരുടെ നമ്പർ ആവശ്യപ്പെടുന്നു. അങ്ങനെ അവരുമായി സംസാരിക്കുന്നു, പിന്നീട് അവരുടെ കൂടെ ജീവിക്കുന്നു. ഇങ്ങനെയാണ് പൊതുവേ നമ്മൾ മറ്റു വ്യക്തികളുമായി ബന്ധപ്പെടുന്നത്. പക്ഷേ നമ്മുടെ ഭൗതികമായ ശരീരത്തിലൂടെ നമുക്ക് ഭഗവാനെ കാണാൻ കഴിയുകയില്ല. ഭഗവാനുമായി എങ്ങനെ സമ്പർക്കം പുലർത്താം എന്നതാണ് യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇരുത്തം ശരിയാവാൻ വേണ്ടിയാണ് യോഗാഭ്യാസം ചെയ്യുന്നത്. നമ്മൾ മനസ്സിനെ അടക്കാൻ പരിശീലിക്കുന്നു. മനസ്സിനെ അടക്കുന്ന അവസ്ഥയാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. അതായത് ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുക. അതിലൂടെ ധാരണ ആരംഭിക്കും. ധാരണ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തു നിന്നും വേർപെട്ട് അതിനപ്പുറമുള്ള ഒരു വിഷയത്തെ അന്വേഷിക്കുന്നു എന്നാണ്. ആ വിഷയമാണ് ഭഗവാൻ. ധാരണയുടെ പരിപക്വ അവസ്ഥയിൽ, അതായത് ഒരു വിഷയത്തിൽ തന്നെ കുറേ നേരം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നു. ആ അവസ്ഥയാണ് ധ്യാനം എന്ന് പറയുന്നത്. ധ്യാനത്തിന്റെ പരിപക്വ അവസ്ഥയാണ് സമാധി. ഇതാണ് അഷ്ടാംഗ യോഗത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. സമാധി അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ വ്യക്തി മരിക്കണമെന്നില്ല. ആ അവസ്ഥയിൽ ഒരാൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയെ നേരിട്ട് അനുഭവിച്ചറിയാൻ സാധിക്കും. ആ വ്യക്തിയെ കണ്ടെത്തുമ്പോൾ നമുക്ക് ആ വ്യക്തിയുമായി ജീവിക്കാൻ സാധിക്കും. അതാണ് ഭക്തി. ഇനി ഒരു വ്യക്തിയുടെ ആസ്വാദനം ശാസ്ത്രവിരുദ്ധമല്ലെങ്കിൽ, അതായത് മറ്റുള്ളവർക്ക് ദോഷമല്ലെങ്കിൽ, അത് കർമ്മമായി മാറും. കർമ്മം ചെയ്യുമ്പോൾ അത് പുണ്യപ്രവൃത്തിയായി മാറും. വികർമ്മം ചെയ്യുമ്പോൾ പാപം ലഭിക്കുന്നു. കുറെ നാൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് മടുപ്പ് അനുഭവപ്പെടും. പിന്നീട് അതിനപ്പുറമുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ തുടങ്ങും. ഭൗതികമായ ആസക്തിയില്ലാതെ നിസ്വാർത്ഥമായി പ്രവർത്തിക്കാൻ തുടങ്ങും. അതിനെയാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, നമ്മൾ ജോലി ചെയ്യുമ്പോൾ അതിൽ നിന്നും ലഭിക്കുന്ന അഭിനന്ദനങ്ങളോ നിന്ദിക്കലുകളോ ഒന്നും ശ്രദ്ധിക്കരുത്. ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം ശമ്പളമായും ഉദ്യോഗ കയറ്റങ്ങളുമായും ലഭിക്കും. അതിൽ നിന്നും ലഭിക്കുന്ന വരുമാനം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ ചെലവഴിക്കുമ്പോൾ ഞാൻ ശരീരമല്ല ആത്മാവാണ് എന്ന സാക്ഷാത്കാരമുണ്ടാകുന്നു. അതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിനപ്പുറമുള്ള അറിവാണ്. ആ ജ്ഞാനത്തിലൂടെ ഭഗവാനെ അറിയാനും ഭഗവാനുമായി സമ്പർക്കം പുലർത്താനും സാധിക്കുന്നു. അങ്ങനെ ജ്ഞാനമാർജിച്ച് ഭൗതികാസ്വാദനത്തിൽ നിന്നും പിന്മാറാൻ സാധിക്കുന്നു. അങ്ങനെ ധ്യാനയോഗം ആരംഭിക്കുന്നു. അഷ്ടാംഗ യോഗത്തിൽ ധ്യാനത്തിന്റെ പരിപക്വ അവസ്ഥയിൽ പരമാത്മാവിനെ ദർശിക്കുന്നു. ഭഗവാനെ ദർശിച്ചു കഴിയുമ്പോൾ പരമാത്മാവിനോട് താല്പര്യം വർദ്ധിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടി സേവനം ചെയ്യുന്നു, നാമം ജപിക്കുന്നു. അതിനെയാണ് ഭക്തിയോഗം എന്ന് പറയുന്നത്. കർമ്മയോഗം രണ്ട് വിധത്തിലുണ്ട്: സകാമ കർമ്മയോഗം, നിഷ്കാമ കർമ്മയോഗം. സകാമ കർമ്മയോഗം എന്ന് പറഞ്ഞാൽ ഫലത്തിൽ ആസക്തിയില്ലാതെ പ്രവർത്തിക്കും, പക്ഷേ ആ പ്രവൃത്തിയുടെ കർമ്മഫലം വരുമ്പോൾ അതിൽ ആസ്വദിക്കും. നിഷ്കാമ കർമ്മയോഗം എന്നാൽ ഒരാൾ കർമ്മം ചെയ്യുന്നു, പക്ഷേ ആ പ്രവൃത്തിക്ക് പകരമായി വേറൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അവർ പ്രവർത്തിക്കുന്ന സമയത്ത് ആ പ്രവൃത്തിയുടെ ഫലത്തെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്. ഞാൻ എൻ്റെ കർത്തവ്യം നിറവേറ്റുകയാണ് എന്നതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എന്നിട്ട് ആ പ്രവൃത്തിയുടെ ഫലം ലഭിക്കുമ്പോൾ അതെല്ലാം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നമ്മുടെ കർമ്മത്തിൽ മാത്രമല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. നമുക്ക് ലഭിക്കുന്ന കർമ്മഫലവും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് കർമ്മയോഗം പരിപൂർണമാകുന്നത്. ഒന്നും പ്രതീക്ഷിക്കാതെ ഫലത്തിൽ ആസക്തിയില്ലാതെ കർമ്മം ചെയ്യുക. എന്നിട്ട് ആ പ്രവൃത്തിയുടെ ഫലം ലഭിക്കുമ്പോൾ അത് സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കാതെ മറ്റുള്ളവരുടെ നന്മക്കായി, ലോക നന്മക്കായി ഉപയോഗിക്കുക എന്നതാണ് നിഷ്കാമ കർമ്മയോഗം. പൂർണ്ണമായും കർമ്മയോഗമല്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി രത്തൻ ടാറ്റയുടെ ജീവിതം ഒരു ഉദാഹരണമായി എടുക്കാം. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം ബിസിനസ്സിൽ നിന്നും ലഭിക്കുന്ന ലാഭം ഒരിക്കലും അദ്ദേഹത്തിന് വേണ്ടി ഉപയോഗിക്കാറില്ല. മാത്രമല്ല അവിവാഹിതനുമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ നിന്നുമുള്ള ലാഭം അദ്ദേഹം ദാനധർമ്മങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കാറുള്ളത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതം നോക്കിയാൽ വളരെ ലളിതമാണ്. ആർഭാടത്തിൽ താല്പര്യം കാണിച്ചിരുന്നില്ല. ഇക്കാരണങ്ങളാൽ അദ്ദേഹം ഒരു തരത്തിൽ കർമ്മയോഗമാണ് നയിച്ചിരുന്നത് എന്ന് പറയാം. കാരണം ആസക്തിയില്ലാതെ പ്രവർത്തിച്ചിരുന്നു.
ഫലത്തിൽ ആസ്വദിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, അത് എല്ലാവരുമായി പങ്കുവച്ചു. ഇത്രയും വലിയ കോടീശ്വരന് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് നമ്മുടെ നിലയിൽ കർമ്മയോഗം പ്രായോഗികമാക്കാം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ഒരിക്കലും സ്വന്തം കാര്യത്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കരുത്. നമ്മുടെ പ്രവൃത്തിയുടെ ഫലം സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് കർമ്മബന്ധനങ്ങളിൽ നിന്നും രക്ഷ നേടാൻ കഴിയാത്തത്. വിരക്തിയോടുകൂടി ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കടമകൾ നന്നായി നിർവഹിക്കാൻ കഴിയും. നമ്മൾ വളരെ മാതൃകാപരമായിരിക്കുകയും ചെയ്യും. ഹരേ കൃഷ്ണ.